There we ഹലോ go. മാധവ്. Hi സൈജേട്ടാ. ഹായ്. ഷൂട്ട് എങ്ങനെ പോകുന്നു? ഷൂട്ട് നന്നായിട്ട് പോകുന്നു. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ബ്രേക്ക് കുറച്ച് ഷോർട്ടാക്കി. ആ ഓക്കെ. യാ. നമ്മള് ഒരാൾക്കും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ. യെസ് യെസ് യെസ്. ഇതെങ്ങനെയാ ലൈവ് രണ്ടുപേർക്ക് മാത്രമേ ഒരു സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ, അതോ മൾട്ടിപ്പിൾ ഇല്ലില്ല, ഓപ്ഷൻ? മൾട്ടിപ്പിൾ പോവാലോ. ഓക്കെ. മോർ ദാൻ 2. യാ. സോ ഷൈൻ നമ്മള് ചേട്ടനെ ഇപ്പം ഇവിടെ ലൈവ് വന്നിരിക്കുന്നത് നമ്മളെല്ലാരും അഭിനയിച്ച സുജിത് എസ് നായർ ഡയറക്ട് ചെയ്ത, സുജിത്തും അല്ലേട്ടനും കൂടെ എഴുതിയ അംഗമട്ടഹാസം ഇന്നലെ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ഒരു ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. മാധവാണ് പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള ഇഷ്ടപ്പെടുന്ന അനേകം ആക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ക്യാമറ, തോന്നുന്നു സംഗീത്. ഈ ഒരു ഫേസിൽ സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും സൈജു ചേട്ടൻ തന്നെ സൈജു ചേട്ടന്റെ പേരും പറയണം. സൈജു ചേട്ടാ. സോ മൈ ക്യാരക്ടർ ഒരു കുറച്ച് സസ്പെൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അയാള് അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി ഒരു വ്യക്തത അയാളുടെ സ്വഭാവത്തിൽ തന്നെ അയാൾ കൊടുക്കാണ്ട് മാധവായിട്ട് ജോയിൻ ചെയ്യുന്നതും പിന്നെ എന്തൊക്കെയാണ് സംഭവം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ബാക്കിയുള്ള നമ്മുടെ സിനിമ പറയുന്നത്. സോ ഒരു ഭയങ്കര റോ ആയിട്ടാണ് സുജിത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് സംഗീതത്തിന്റെ ഉഗ്രൻ ഫ്രെയിംസും നമ്മൾ ആ പൊസിഷനിൽ അവിടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അവിടെ ഈ സീൻസ് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഭയങ്കര പച്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളത് വിറ്റ്നസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് കാണുന്ന ആൾക്കാരും കാണാത്ത ആൾക്കാരോട് കാണുന്ന ആൾക്കാർ പറയുക, ഈ സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിലുണ്ട്. ശ്രീ ഗോകുലം മൂവീസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഗോകുലൻ സാറാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇത് ട്രിവാൻഡ്രം ആണ് നമ്മൾ കാണിക്കുന്നത്. ട്രിവാൻഡ്രം സിറ്റിയില് ഒരു എന്താണ് റിയൽ ലൈഫ് ഇൻസിഡന്റ് ഒന്നും അല്ല. ഇത് ഒരു രണ്ടുപേരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു കഥയും കഥാപാത്രങ്ങളൊക്കെയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണണം. നിങ്ങൾ ഉറപ്പായിട്ടും എന്റർടൈൻ ആവും. യെസ്. ഷൈൻ വന്നിട്ടില്ലല്ലേ? ഷൈൻ ചേട്ടൻ ഇതിൽ എനിക്ക് ഇടയ്ക്ക് ഷൈൻ ടോം ചാക്കോസ് അൺഎബിൾ ടു ജോയിൻ എഴുതി കാണിക്കുന്നത്. പക്ഷെ 10 മിനിറ്റ്സിൽ അവിടെ എത്തും. സോ റൈറ്റ്. ഷൈൻ ചേട്ടൻ ഈ സ്ക്രീനിലോട്ട് തന്നെ നമുക്ക് കേട്ടാം. ഈ ഒരു ലൈവ് ഇന്ററാക്ഷൻ വെച്ചതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, എന്റെ അഭിപ്രായത്തില് ഐ ഫീൽ ലൈക്ക് ദ ജെന്യൂൻ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇങ്ങനെ അവര് മൂവീസ് റിവ്യൂ ചെയ്യുന്ന, അതായത് അതൊരു തൊഴിൽ പോലെ എടുത്തിരിക്കുന്ന ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഓരോ സാധാരണ പ്രേക്ഷകനും, എനിക്ക് അവർ ഈ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, കണ്ടിട്ടുള്ളവർ ഈ ലൈവിൽ ഉണ്ടെങ്കിൽ എനിക്ക് അവരായിട്ടൊരു ഐ വോണ്ട് ഹാവ് എൻ ഓപ്പൺ ഡിസ്കഷൻ വിത്ത് ഓൾ ഓഫ് യു. ഞാനൊരു എന്റെ സെൻസിൽ നിന്ന് പറയാനാണെങ്കിൽ ഞാൻ ഒരു പുതിയ ആക്ടറാണ്. ഇതെന്റെ 3ാമത്തെ സിനിമ ആയിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ എനിക്ക് ബെറ്റർ ആവാമെന്ന് നോക്കുന്ന ഒരു ഫേസിൽ ഐ ഫീൽ ലൈക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ലൈവും വരാത്ത ഒരാളാണ്. സോ ഐ എം ട്രൈങ് ടു മേക്ക് എ സ്പേസ് വേർ വി ക്യാൻ ഹാവ് എൻ ഓപ്പൺ കോൺവെർസേഷൻ. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ഒറ്റൊരാള് ബാക്ക് ടു ബാക്ക് ഒരു 10 തവണ ഒരു കമന്റ് ഇട്ടിരിക്കുക, സഹിച്ചേട്ടാ ബീഫ് സ്റ്റേക്ക് മാധവ് ചേട്ടാ, കൊച്ചിയില് എഡം കാഫേയിൽ പോയാലും കോസ് കോഫിയിൽ പോയാലും നല്ല സ്റ്റേക്ക് കിട്ടും കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ള ബെസ്റ്റ്. ഓക്കെ. യെസ്. ആരൊക്കെയോ ഹായ് ചോദിക്കുന്നുണ്ട്. യെസ്. ആനന്ദ് അശോക് has asked for സൈജു ചേട്ടൻ. ആനന്ദ്, സോ നിങ്ങള് സിനിമ കണ്ടോന്ന് എനിക്കറിയില്ല. ഇഫ് യു ഹാവൻ സീൻ ദ മൂവി, പ്ലീസ് ഡു വാച്ച് മൂവി ഇൻ തിയേറ്റേഴ്സ്. നല്ലൊരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഇല്ല, ഹായ് ഇത് പേരെനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഹരിത താങ്ക് യു. ഹരിത, സമയം കിട്ടുന്ന അനുസരിച്ച് പോയി കാണണം സിനിമ. നന്ദഗോപാൽ ഹലോ ബ്രോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഹലോ പറയാം.
യെസ്. അപ്പം സുജിത്തിന്റെ ഒരു ഭയങ്കര കാം ആൻഡ് ഭയങ്കര ഒരു ടെമ്പറമെന്റ്, നല്ലൊരു ടെമ്പറമെന്റ് ഉള്ള ഒരു സംവിധായകനാണ്, ഒരു ഫിലിം മേക്കറാണ്. ആൻഡ് ഹീസ് ഫ്രം ട്രിവാൻഡ്രം, ഹിസ് റൂട്ട്സ് ആർ ഫ്രം ട്രിവാൻഡ്രം. അദ്ദേഹം കണ്ടു വളർന്നിരിക്കുന്ന കുറെ കാര്യങ്ങളും പിന്നെ അതുകൂടാണ്ട് ഫിക്ഷണൽ ആയിട്ടുള്ള കുറെ സീക്വൻസസും ഇതെല്ലാം കൂടെ ഒത്തുചേരുന്ന ഭയങ്കര രസകരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു സിനിമയാണ് അംഗമട്ടഹാസം. യെസ്. അപ്പൊ നമ്മള് സെറ്റില് സുൽത്താൻ ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സിനും അറിയാം, അദ്ദേഹം ഈ സിനിമ ഐ തിങ്ക് ഫ്രം ഡേ വൺ ഹി ഹാഡ് ദിസ് ഫിലിം ഇൻ ഹിസ് മൈൻഡ്. അതൊരു ഫുൾ സിനിമ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മള് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോ ആ സ്ക്രിപ്റ്റ് ആയിട്ട് കണക്ട് ആവത്തില്ല അൺടിൽ നമ്മൾ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴത്തേക്കും. എനിക്ക് ആ ഒരു പോയിന്റ്, ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത് ആകെ മനസ്സിലായത് ഡയറക്ടറിന്റെ വിഷൻ ട്രസ്റ്റ് ചെയ്യുക, അദ്ദേഹം എന്താണ് പറയുന്നത് അതിലിപ്പോ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നും സുൽത്താനെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ നമ്മളെല്ലാവരും. ബട്ട് മെയിൻലി ആ ഡയറക്ടറിന്റെ വിഷൻ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് ആ ക്യാരക്ടറിന് എന്താണെന്നുള്ളത് ആപ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. ഐ തിങ്ക് യെസ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോഴത്തേക്കും ഓബ്വിയസ്ലി നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് തന്നെ ഗുണ്ടാപ്പടം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എൻ ആക്ഷൻ മൂവി എന്നുള്ള ഒരു കാര്യമാണ് പ്രേക്ഷകന്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്, ഇൻഡസ്ട്രിയുടെ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു പരിധിക്കുള്ള ആലോചിച്ച് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാ സിനിമയും നമ്മൾ ഒരു ക്യാൻവസിലല്ല എടുക്കുന്നത്, ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് എല്ലാ മനുഷ്യനും ഒരേ ഏർണിംഗ് കേപ്പബിലിറ്റി അല്ലല്ലോ, മാർക്കറ്റബിലിറ്റി എല്ലാം. ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ള ഫിലിമില് വരുന്നൊരു ബഡ്ജറ്റ് ആയിരിക്കില്ല ഒരു പുതുമുഖ നടൻ വരുന്ന ഒരു സിനിമയില്. അപ്പൊ ആ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഐ ഫീൽ ലൈക്ക് Sujitatan was able to do a wonderful job as a director. Yeah, definitely. Sujit has executed it very well, and thanks to the producers Anliyatan and Samuelatan. Yes, ഒരുപാട് അവര് രണ്ടുപേരും ഒരു how do you corporate background ഒന്നും ഉള്ളവരല്ല. They've used their hard-earned money to make a film for me as well, so I'm forever grateful to them for that. എന്താ പറയാ, എനിക്ക് ഇന്നും പ്രേക്ഷകർ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണുക. കാര്യം തിയേറ്റർ എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ പ്രൈവറ്റ് സ്ക്രീനിൽ കാണുന്നതും തിയേറ്ററിൽ പോയി കാണുന്നേ, എനിക്ക് ഇതൊക്കെ ഒരു ആദ്യ അനുഭവം പോലെയാണ്, കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ അനുഭവം കിട്ടുന്നത്. അപ്പൊ ഐ ഫീൽ ലൈക്ക് തിയേറ്ററിൽ പോയി കണ്ടപ്പോ ദി എക്സ്പീരിയൻസ് വാസ് ബെറ്റർ ഫോർ മീ. ഡെഫിനറ്റ്ലി അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആവണം, ബിക്കോസ് ഇതൊരു ആക്ഷൻ ത്രില്ലർ അല്ലേ. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതെല്ലാം കൂടെ എഫക്ട്സും എല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് നമുക്ക് ത്രില്ലർ ആക്ഷൻ പടം ആസ്വദിക്കാൻ പറ്റുന്നത്. So we request you all the audience, എല്ലാവരും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അഭിപ്രായങ്ങൾ പറയുക, ഞങ്ങളോടും അഭിപ്രായം പറയുക. നിങ്ങൾ കണ്ടിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ഉറപ്പായിട്ട് ഞങ്ങളെ ഇൻസ്റ്റയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അറിയിക്കുക. അതായത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഒരുപാട് ഫെമിലിയർ അല്ലാത്ത ഫേസസ്, ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ if you look at whether it's our editing team or our music, anything technical related to this film, the cinematographer ആവട്ടെ, എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 10 സിനിമാസിന്റെ അടിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ 10 സിനിമാസിന്റെ അടിയിൽ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഇപ്പൊ me as a lead actor on this film, എനിക്ക് 3 സിനിമയുടെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഇതിൽ എന്റെ നായികയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്ന അംബികയ്ക്ക് ഫസ്റ്റ് സിനിമയാണിത്, ഇറ്റ്സ് എ ഡെബ്യൂ. അംബികയുടെ ബ്രദറായിട്ട് അഭിനയിച്ചിരിക്കുന്ന കിച്ചു, ആരൻ മാത്യു, സോറി, ഇറ്റ്സ് ഓൾസോ ഹിസ് ഡെബ്യൂ. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഐ തിങ്ക് ദാറ്റ്സ് ദ ഗുഡ് ഗ്രേസ് ബിഹൈൻഡ് ദാറ്റ് ഫിലിം. അതായത് സുജിത്തേട്ടന്റെ സിനിമയുടെ ഷുവർ ഷോട്ട് സക്സസ് എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നതിന് പകരം ഐ ഫെൽറ്റ് ലൈക്ക് ഹി തോട്ട് മോർ ആസ് എ ഹ്യൂമൻ ബീയിങ്. എത്ര ആൾക്കാർക്ക് ഇതിലൂടെ ഒരു അവസരം കിട്ടാം, ഇതിലൂടെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങള് നടത്തിയെടുക്കാം, ആ ഒരു തോട്ട് വെച്ച് വർക്ക് ചെയ്തൊരു നല്ല മനുഷ്യനാണ് സുജിത്തേട്ടൻ. സുജിത്തേട്ടന്റെ കൂടെ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം, everyone will have his day, and when he has his day, when he gets a reasonable enough പ്ലാറ്റ്ഫോം ഓർ ക്യാൻവസ് ടു വർക്ക് വിത്ത്, ഒരു വലിയ സിനിമ എന്ന് പറയുന്ന സിനിമ എടുക്കാനുള്ള അവസരം കിട്ടുന്ന ദിവസം ദാറ്റ് മാൻ വിൽ പ്രൂവ് ഹിംസെൽഫ്. കറക്റ്റ്. സോ യെസ്, ഞാൻ എന്താ ഷൈൻ ചേട്ടൻ ഉള്ളിടത്തോട്ട് വന്ന് കേറുന്നു. ഒരു 2-3 minutes I feel like I'll be able to reach him.
ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സോ വി ഓൾസോ ഹാവ് നമുക്ക് നമ്മുടെ പടത്തില് ലിച്ചി ഉണ്ട്, അന രാജൻ. ഷീ ഹാസ് ഓൾസോ ഡൺ എ വണ്ടർഫുൾ ജോബ്. ഈ പറഞ്ഞ പോലെ ഒരു സസ്പെൻസ് ക്യാരക്ടറാണ്. ആൻഡ് നന്ദു ചേട്ടൻ ഈസ് ദയർ. നന്ദു ചേട്ടന്റെ ഒരു മികച്ച പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയും ഈ സിനിമയില്. ആൻഡ് ആക്ഷൻ അലൻസിറേട്ടൻ. എന്റെ ഫാദറിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അലൻസിറേട്ടന. അദ്ദേഹത്തിന്റെ നോട്ട് ജസ്റ്റ് സിനിമ, അദ്ദേഹത്തിന്റെ ഓരോ ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഹി ട്രൂലി ഹി ബിക്കംസ് ദാറ്റ് ക്യാരക്ടർ. അതായത് ഒരു ഹൗ ഡു യു സേ ദിസ്, അലൻസിറേട്ടൻ ഒരേപോലെ ഒരു ക്രൂഡ് വില്ലനും പ്ലേ ചെയ്യാൻ പറ്റും, അതേ എനർജിയിൽ തന്നെ ഒരു സഹതാപമുള്ള ഒരു അച്ഛന്റെ സോഫ്റ്റ് ഒരു അച്ഛന്റെ ക്യാരക്ടറും പ്ലേ ചെയ്യാൻ പറ്റും. That's down to I think his theater background as well. Correct. ഇന്നും എന്റെ ഒരു ഓണസ്റ്റ് അഭിപ്രായമാണ്, തിയേറ്ററിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സിനിമ വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. There's no second take. അങ്ങനെ വർക്ക് ചെയ്ത് യൂസ് ടു ആയ ഒരു ആക്ടറിന്റെ എല്ലാ ക്വാളിറ്റിയും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഒരിക്കലും സ്റ്റേജിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഡെഫിനറ്റ്ലി ഓണസ്റ്റ്ലി ഇപ്പൊ എന്റെ സ്വന്തം വിലയിരുത്തൽ എനിക്ക് ഇപ്പോഴൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ബട്ട് അങ്ങനെ നമ്മളിപ്പോ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതല്ലാതെ അംബിക ആൻഡ് കിച്ചു ഇതിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. കിച്ചു ഇസ് ആരൺ മാത്യു ബൈ ദ വേ. അതല്ലാതെ ഇതില് എനിക്ക് എടുത്തു പറയേണ്ട 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതില് വില്ലനായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ സിബി ജോസഫ്. ഞാൻ എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്, സിബി ഇതില് എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നും ഞാൻ ഡീറ്റെയിൽ പറയത്തില്ല. ബിക്കോസ് ദാറ്റ് മാൻ പുട്ട് ഇൻ എ സർട്ടൻ എമൗണ്ട് ഓഫ് വർക്ക്. ആ സീനില് എനിക്ക് എന്നെക്കാട്ടിലും ഞാൻ തന്നെ ശ്രദ്ധിച്ച സിബി ആയിരുന്നു. ഹി വാസ് ദാറ്റ് ഗുഡ്. ആൻഡ് ഐ വോണ്ട് പീപ്പിൾ ടു നോട്ടീസ് സച്ച് തിങ്സ് ലൈക്ക് ദിസ്. ഇതേപോലെ ആക്ടേഴ്സിനെ എന്നിട്ട് എടുത്ത് വളർത്തുക. That's it. അത് ഈ സിനിമയിലൂടെ നടന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി മോർ ദൻ ഹാപ്പി. ബിക്കോസ് ഒരുപാട് ഇതേപോലെ ഇപ്പൊ സിബിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതില് മക്ബൂലിക്കയുടെ ക്യാരക്ടർ ഉണ്ട്. Makbul is another person you have to watch for in this movie. It's not about how much we've shown him. It's about our time and what he's done. And as real as he can to get to that character. That's just my personal opinion with Makbulika. And Nobichan ആണെങ്കിലും അങ്ങനെ തന്നെ. അവരുടെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അത് അതെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ദീപക് ഐ തിങ്ക് കുറെ നാളുകൾക്ക് ശേഷമാണ് പുള്ളി ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും പുള്ളിയുടെ ഒരു കംബാക്ക് ആണ്. പുള്ളി ക്ലാസ്മേറ്റ്സിലും അറബി കഥയിലൊക്കെ വേഷം ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ആക്ച്വലി മക്ബൂലിക്കയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയത് നേരെ കണക്ട് ചെയ്യേണ്ടത് അനുചേച്ചിയിലോട്ടായിരുന്നു. ഫസ്റ്റ് ഫിലിം. അങ്ങനെ ഒരു അവസരം സുഹൃത്താട്ടം വഴി ഒരു പുതിയ നടിയും കൂടെ മലയാള സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ലൈക്ക് ഐ സെഡ്, എല്ലാ ആക്ടേഴ്സും അവരുടെ പെർഫോമൻസ് എന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. ബട്ട് ഷീ ഈസ് someone who's really shown that if she gets a good opportunity, I feel like she will make a mark and very soon. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. That's the biggest win for me. A lot of new faces, including me. എനിക്ക് എന്റെ 2ാമത്തെ സിനിമ കഴിഞ്ഞ് 3ാമത്തെ സിനിമയിലോട്ട് കിട്ടുന്ന ഒരു ചാൻസ് തന്നെ വലിയ കാര്യം. ഓൺലൈൻ എന്റെ കമന്റ് വായിച്ചില്ല എന്താ മാധവ് ബ്രോ? മാധവ് ഈസ് ആസ്കിങ് യു ഹാവന്റ് റെഡ് നബീൽ അണ്ടർസ്കോർ ഓൺലൈൻസ് കമന്റ്. അയ്യോ, എന്തായിരുന്നു സഹിച്ചേട്ടാ, ഞാൻ കണ്ടില്ല അത്. അല്ല, he's just saying that you haven't read the comment. Comment is this. Yeah. അയ്യോ, ഞാൻ ജസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കാം. സോ സോറി. അല്ലല്ല, അത് കുറെ മേളിലേക്ക്. നബീലല്ലേ? നബീൽ, ആ കമന്റ് ഒന്നും കൂടെ ഒന്ന് ഇടാവോ ബ്രോ? ഞാൻ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു. സോറി, ഞാൻ ഇവിടെ ഈ ഹോട്ടലിലോട്ട് കേറുന്ന സമയത്ത് I was just talking to them. ഫാരിസ് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു എന്ന്. ഞാൻ കഴിച്ചു. മാധവ് കഴിച്ചു കാണണം. ഭക്ഷണം ഞാൻ കഴിച്ചു. നല്ല ചോറും തൈരും കടുമാങ്ങ അച്ചാറും. ഞാൻ ഒന്ന് ഡെസ്കിലോട്ട് കയറുക, ചിലപ്പോ ഡിസ്കണക്ട് ആയി പോവും. ഷൈൻചാന്റെ അടുത്തോട്ട് ചെല്ലുവാണ്. റൈറ്റ്. അങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യണം ചേട്ടാ. എന്റെ വിളി വന്നെന്ന് തോന്നുന്നു ഷോട്ടിന്. വിഷ്ണു പോയോ? എന്റെ വിളിയും വന്നിട്ടുണ്ട്. ചേട്ടാ, ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് സ്റ്റോറി കേൾക്കാൻ പറ്റുമോ എന്ന്
_black_merc_. എനിക്ക് തോന്നുന്നത് സൈജാനോടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളോട് ആരോടെങ്കിലും ആവാം. എന്തായാലും നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പൊ. കഥ ഷൈനോട് കേൾക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നും കുറച്ചുകൂടെ തയ്യാറാണ്. എഫിഷ്യന്റ് ആയതിനെ. കോളുണ്ടോ? Dr. Aromal is saying hi, Madhav, and ഹായ് ഡോക്ടർ. Imil_JST. Hi. David, GGMU all the way. Glory Man United. അവിടെ ഒരു ആർസണൽ ഫാന്റെ കമന്റ് ഉണ്ടായിരുന്നു. As much as I don't want City to win the Premier League, I definitely don't want Arsenal to win the Premier League. The noise won't stop after that. Okay. അതിന് മുന്നേ യുണൈറ്റഡ് തന്നെ ജയിക്കണം. ഷൈൻജാന്റെ അടുത്തോട്ട് ഷൈൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ എനിക്ക് 5 minutes എന്റെ പരിപാടിയിലേക്ക് ഷൂട്ട് തുടങ്ങണം. ഓക്കെ ഷുവർ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല, ഷൈനിലേക്ക് ഇപ്പൊ എത്തില്ലേ? 2 minute എത്തില്ലേ? കിട്ടിയോ? ഷൈൻജാന്റെ കിട്ടി. I didn't say it. That's Joe Chatton's over there. Yeah. ഷൈൻജാനെ കിട്ടി. അടിപൊളി. ജോ ചേട്ടാ, മിസ്റ്റർ വിജിത് കുമാർ. ഒരു ഹലോ പറയുന്നു ഇങ്ങോട്ട്. ഹായ്, ദിസ് ഇസ് ഷൈൻജാൻസ് ബ്രദർ ജോ ചേട്ടൻ. ഞങ്ങള് പ്രണയമീനുകളുടെ കടലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കമൽ സാറിന്റെ. ഞാനാണ് ലാസ്റ്റ് എൻട്രി അല്ലേ ചേട്ടൻ അവിടെ ഇരിക്കുന്നു. എന്നാലും താങ്ക് യു ആരോമിൽ എം വിജയ്. ഞാൻ ഏതെങ്കിലും മെസ്സേജ് ഈ സമയത്ത് മിസ് ആയിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി ഗൈസ്. ഇവിടം വരെ എത്തിപ്പെടുന്നതിൽ ഞാൻ മിസ്സായി പോയതാണ്. ലിഫ്റ്റ് കയറുന്ന സമയത്തൊക്കെ പോയതായിരിക്കും. നൊസ്റ്റോമേനിയാക്, ഹലോ, നമസ്കാരം. അശോകൻ, താങ്ക് യു. നോസ്റ്റോ, താങ്ക് യു. Who is that? Shine. Hi. How are you, Shine? I am fine. Great. So I was just waiting for you to join, Shine. അല്ല, ഞാൻ വെറുതെ ഫൈൻ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ, ബാക്കിയൊക്കെ മലയാളത്തിൽ പറയട്ടാ. ഞാൻ ഷൈൻ ജോയിൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഷൂട്ടിന് ഇപ്പൊ തുടങ്ങാറായി. ആൻഡ് ഞങ്ങള് നമ്മുടെ പടത്തിനെ പറ്റി ബ്രീഫായിട്ട് നമ്മള് ഓഡിയൻസിന് ഞാൻ മറ്റേ കോക്കിന്റെ സംഭവം കണ്ടില്ലേട്ടാ, പക്ഷെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടു. അല്ല, ഒരു കാര്യം പറഞ്ഞാണ്, എന്റെ ഏത് സിനിമ ഇറങ്ങിയാലും ഒരാള് ഗ്യാരണ്ടീഡാ അശ്വിൻ കോക്കിന്റെ എല്ലാ സിനിമയും കാണാമെന്ന് മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഓ, അശ്വിൻ കോക്കിന് അതിനെങ്കിലും അത് ഉപകരിക്കുന്നുണ്ടല്ലോ. അവൻ അതുകൊണ്ടല്ല എന്നെ വാങ്ങുന്നല്ലേ. സോ മച്ച്. നമ്മള് ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട്, നമ്മുടെ പടങ്ങൾ ഉള്ളത് കൊണ്ട് അശ്വിൻ കോക്കിന് കഞ്ഞി കുടിക്കുന്നു അല്ലേ. വേറൊരാൾക്ക് അയാളെ കുറ്റം പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാര് അല്ലേ. ഇപ്പൊ ഒരു 10 ദോശ ഉണ്ടാക്കി കഴിഞ്ഞാ 10 ദോശയും പൊട്ടാതെ കിട്ടിയില്ലെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ. പപ്പടം പൊട്ടിയാലും കഴിക്കാൻ പറ്റുമല്ലോ, ബുൾസൈ പൊട്ടിയാലും കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ ജസ്റ്റ് ഇവിടെ എത്തുവാണ്. അപ്പം സൈനിങ് ഓഫ്. അപ്പം കാണാം നമുക്ക്. ലൈവാ. I'm just reaching there. Okay. Yes. Okay. Not nice, there at the nice. location. Okay. Bye-bye. ഞങ്ങൾ കുറച്ചു നേരം ഇനി തല തന്നിട്ട് വരാം. അതെ. അപ്പൊ ബിഫോർ സൈനിങ് ഓഫ്, എല്ലാവരും, ഡിയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, പ്ലീസ് ഡു വാച്ച് അങ്കമട്ടഹാസം in theaters near you. A fully packed action thriller. Okay, see you. Bye-bye. എന്നാലും നിങ്ങള് കേരള പോലീസ് മാത്രമാണെന്ന് പറഞ്ഞു ആണല്ലോ. ഈ പോലീസ് ഉണ്ടാവണമെങ്കിൽ ക്രിമിനൽസ് ഉണ്ടാവണം. ക്രിമിനൽസ് ഉണ്ടെങ്കിലേ പോലീസ് ഉള്ളൂ. വെറുതെ പറഞ്ഞോട്ടോ, തമാശക്ക് പറയുന്നോട്ടോ. Yes, I know. Okay, see you. Bye-bye. Bye-bye. Actually, we are not boys, we are straight very. ശരി. Okay. ഇപ്പൊ നമ്മൾ മാത്രമല്ല, so we can swim sometimes. അപ്പൊ ഗൈസ് എന്തൊക്കെയാണ് ഞാൻ ഇപ്പൊ ഒരിടത്ത് എനിക്ക് ഇരുന്ന് കിട്ടാൻ പറ്റും.
ഹൗ കെൻ വി മേക്ക് ദിസ് വാല്യൂബിൾ സെറ്റ് ഉള്ളത്? ഐ വോണ്ട് ഇപ്പൊ ഇതൊരു സിനിമയിൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം. അതായത് എന്താണ് കുറ്റമായാലും നല്ലതാണെങ്കിൽ ഹൗ കെൻ വി ആൻസർ സം ഓഫ് യുവർ ക്വസ്റ്റ്യൻ? അതിനൊരു അവസരം നൽകാം. കുറ്റം പറയാനായിട്ട് അത് കേൾക്കാനായിട്ട് വളരെ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. ലെറ്റ്സ് സ്വിം. M5 M5 M340 ആയി. സോറി. ഇത് സുഖ എന്താ ഈ കോപ്പിന്റെ കാര്യം? കൊക്കോളയുടെ കാര്യം എനിക്ക് മനസ്സിലായി. നാട്ടില് കഞ്ഞുപിടിച്ച് തിരിച്ചു പോവാം നമ്മളൊക്കെ. പാവം. ഞാൻ ഈ ശ്രദ്ധിച്ച് വായിക്കുന്ന വേറെ ചോദ്യങ്ങൾ എന്തൊക്കെയാ വരുന്നത്? Hey bro. Hey Madhu bro. Madhu, I always പറയുന്നുണ്ട് 19th you know that right? That നിന്റെ അടുത്ത് അത് ഓൾവേസ് പറയുന്നത് എന്റെ ഒരു ഫ്രണ്ടാ. ഓ ഓക്കെ. യെസ്. അഞ്ചു ബ്ലോഗ്സ് ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ? അഞ്ചു ബ്ലോഗ്സ് അയ്യോ 5 ബ്ലോഗ്സ് പോയല്ലോ. ജസ്റ്റ് 5 ബ്ലോഗ്സ് എവിടെ കേട്ടിട്ടുണ്ട്? 5 ബ്ലോഗ്സ് ഇതിലുണ്ട് 5 ബ്ലോഗ്സ് ആയിരിക്കും റിക്വസ്റ്റ് ഇട്ടുണ്ടല്ലോ ജോയിൻ ചെയ്യാൻ. നോക്കട്ടെ. ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലാ. ഇറ്റ്സ് ലൈക്ക് സംടൈംസ് നമ്മുടെ ഓരോരുത്തരായിട്ട് നമുക്ക് മാക്സിമം സംസാരിച്ചോ.